ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പ് അടിയന്തര നീക്കത്തിലേക്ക്. ഈ മേഖലയിൽ നിലവിൽ അവശേഷിക്കുന്ന 17 കാട്ടാനകളെയും അപ്പാടെ മറ്റു വനമേഖലകളിലേക്ക് മാറ്റുന്ന കാര്യം സർക്കാർ അതീവ ഗൗരവമായി പരിഗണിക്കുകയാണെന്ന് ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞു. ഇടുക്കിയിൽ ചേർന്ന വിവിധ വകുപ്പ് മേധാവികളുടെയും വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ഈ നിർണായക നിർദ്ദേശം ഉയർന്നതെന്നും MLA വ്യക്തമാക്കി. ചിന്നക്കനാലിൽ മുമ്പ് 40-ലധികം ആനകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 17 ആനകളാണ് അവശേഷിക്കുന്നത്. ഇവയെ അപ്പാടെ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലേക്കോ പെരിയാർ ടൈഗർ റിസർവിലേക്കോ മാറ്റുവാനാണ് ആലോചന നടക്കുന്നത്. എന്നാൽ ഈ ദൗത്യം വൻ സാമ്പത്തിക ബാധ്യതയും കടുത്ത വെല്ലുവിളികളും നിറഞ്ഞതാണെന്ന് MLA വ്യക്തമാക്കി. കാരണം ഈ 17 ആനകളാണ് ഇനി അവിടെ അവശേഷിക്കുന്നത്. ഇത് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും റിസർവ് വനങ്ങളിലേക്ക് ഇതിനെ സമ്പൂർണ്ണമായിട്ടും മാറ്റാനുള്ള ഒരു നടപടി, അത് കുറച്ച് ചെലവേറിയ ഒരു കാര്യമാണ്. ഒരെണ്ണത്തിനെ മാറ്റുന്നതിന് 50 ലക്ഷം രൂപയാണ് എങ്കിൽ 17 എണ്ണത്തിനെ മാറ്റണമെങ്കിൽ ഏതാണ്ട് ഒരു 5-8 കോടി രൂപ ചെലവ് വരുന്ന ഒന്നാണ്. പക്ഷേ ഇനി ഒരിക്കലും കാട്ടാനകളുടെ ആക്രമണം ഈ ശാന്തൻപാറ ചിന്നക്കനാൽ മേഖലകളിൽ ഉണ്ടാകാത്ത രീതിയിൽ ഈ ഇപ്പോൾ അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഇനി അവശേഷിക്കുന്ന ആന സംഘത്തെ അവിടുന്ന് മാറ്റാനുള്ള കാര്യത്തെക്കുറിച്ച് ഗൗരവമായ രീതിയിലുള്ള പഠനങ്ങളും നടക്കുന്നു. ആ നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ വിദഗ്ധരുമായിട്ട് ആലോചിച്ച് ഗവൺമെൻറ് ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതാണ് എന്നാണ് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ പ്രായോഗികതയെക്കുറിച്ചും സാമ്പത്തിക സാങ്കേതിക ബാധ്യതകളെക്കുറിച്ചും നിലവിൽ വനംവകുപ്പ് ഗൗരവമായ പഠനങ്ങൾ നടത്തിവരികയാണ്. CCF ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ വന്യജീവി വിദഗ്ധരുമായി ആലോചിച്ച ശേഷം സർക്കാർ അന്തിമ നടപടികളിലേക്ക് കടക്കുമെന്നും ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു കൂട്ടിച്ചേർത്തു. ഈ ചരിത്രപരമായ ദൗത്യം നടപ്പിലാക്കിയാൽ ശാന്തൻപാറ ചിന്നക്കനാൽ മേഖലകളിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ കണ്ണീരിന് അറുതിയാവുകയാണ്. സിറ്റി വിഷൻ, രാജകുമാരി.